A very good morning to one and all. Welcome to the world of media. Let's continue with the next portion. So today we are going to discuss about 4 types of writing, that is technical writing, copywriting, profile writing and caption writing. Let's move on to the first one, that is technical writing. In the last class we discussed about web writing. സാധാരണ എഴുതുന്നതിൽ നിന്നും എങ്ങനെയാണ് വെബ് റൈറ്റിംഗ് ഡിഫറെൻ്റ് ആവുന്നതെന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. മൈക്രോ കണ്ടൻറ്റ്സ് ഓഫ് ദ ആർട്ടിക്കിൾസ് ആൻഡ് ഓൾ ദാറ്റ്. എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് വെബിൽ എഴുതുമ്പോഴത്തേക്കും ഹൗ വി ഹാവ് ടു ഓർ വാട്ട് മെഷേഴ്സ് വി ഷുഡ് ടേക്ക് ഇൻ ഓർഡർ ടു അട്രാക്ട് ദി അറ്റൻഷൻ ഓഫ് ദ റീഡേഴ്സ് ആൻഡ് ഓൾ ദാറ്റ്. All these things were discussed yesterday. So just like that, here also we can see that these writings demands few things to be remembered while writing. Those are the things that is discussed here. Technical writing is a kind of writing that is geared to the purpose of communicating specific or specialized information or instructions within technical, technological, or business scenarios. So this technical writing, as the name defines, it is related to the technical world or to the business scenarios and all that. It uses a matter of fact measured and often terse tone. Technical writing terse means terseness, ഷോർട്ട് ആൻഡ് പ്രിസൈസ്. ഓക്കെ, ഒതുക്കി എഴുതുക, ചുരുക്കി എഴുതുക, പരത്തി സബ്ജക്റ്റീവായിട്ട് എഴുതാനായിട്ടുള്ള ബിസിനസ്സിലൊക്കെ നമുക്കറിയാം എല്ലാം മാറ്റർ ഓഫ് ഫാക്റ്റാണ്, ക്രിസ്പ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ടെക്നിക്കൽ റൈറ്റിംഗ് കോൾസ് ഫോർ ബിസിനസ് ലൈക്ക് അപ്രോച്ച്, ഔട്ട്ലൈനിങ് ഫീച്ചേഴ്സ് ഓർ സാലിയൻ പോയിൻറ്റ്സ്. ഇറ്റ് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ഡോക്യുമെൻറ്റേഷൻസ്. Technical writing may be evident in the style adopted by journals. They may also be used to describe concepts and be in the form of tutorials, ഇൻസ്ട്രക്ഷൻ മാനുവൽസ് എക്സെട്ര. സോ പൊതുവായിട്ട് ഇതൊക്കെ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് കംസ് ഇൻ ജേർണൽസ് ആൻഡ് ദേ ആർ യൂസ് ടു ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ്സ് ആൻഡ് ഇറ്റ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് ട്യൂട്ടോറിയൽസ്. ഒരു പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ കൊടുക്കുന്നത് അത് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെയുള്ളതായിരിക്കും. സോ ജസ്റ്റ് ലൈക്ക് ദ ഫോം ഓഫ് ട്യൂട്ടോറിയൽസ്, ഇൻസ്ട്രക്ഷൻ മാനുവൽസ് എക്സെട്ര. ഇൻസ്ട്രക്ഷൻ നമുക്കറിയാമല്ലോ, ഹൗ ടു യൂസ് ഇറ്റ്, ആ രീതിയിലുള്ള മാറ്ററിനെയൊക്കെയാണ് നമ്മൾ ടെക്നിക്കൽ റൈറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഷുഡ് ദ കോപ്പി കണ്ടെയ്ൻ? ഇനി എന്താണ് അതിൽ കാണിക്കേണ്ടത് എന്നുള്ളതാണ് നെക്സ്റ്റ് ഭാഗത്ത് നമുക്ക് കാണുന്നത്. കുറച്ച് ഫ്യൂ പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഫർമേഷൻ ദാറ്റ് ഈസ് റിലവൻറ്റ് ടു ഓഡിയൻസ്. റിസർച്ച് ദ ഡെമോഗ്രാഫിക്സ്. ഡെമോഗ്രാഫിക്സ് മീൻസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി. എഡ്യൂക്കേഷണൽ ലെവൽ ആൻഡ് ടെക്നോളജിക്കൽ നോ ഹൗ ഓഫ് ദി ഓഡിയൻസ്. ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ പ്രോഡക്റ്റ് ഓർ എ സമ്മറി ഓഫ് ദ പ്രോഡക്റ്റ് ഫീച്ചേഴ്സ്. Describe events, instructions, information were necessary. അപ്പോൾ ബേസിക്കായിട്ട് ഓഡിയൻസിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രോഡക്റ്റ് സമ്മറിയും പ്രോഡക്റ്റ് ഡീറ്റെയിൽസും ഇവൻറ്റ്സും ഇൻസ്ട്രക്ഷൻസും ഒക്കെ ആയിരിക്കണം ഇതിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. ഫ്യൂ മോർ പോയിൻറ്റ്സ് ആർ ഗിവൻ ഹിയർ. സം പോയിൻറ്റേഴ്സ്. യൂസ് എ ലൂസിഡ് ആൻഡ് സക്കിംഗ് സ്റ്റൈൽ. ലൂസിഡ് മീൻസ് ആൻ ഈസി ടു അണ്ടർസ്റ്റാൻഡ് സ്റ്റൈൽ. പെട്ടെന്ന് ആളുകൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവണം. അത് പറഞ്ഞല്ലോ, അതിൽ സബ്ജക്റ്റിവിറ്റി ഒന്നുമില്ല, പ്യുവറായിട്ട് ക്ലീൻ ആയിട്ട് സ്ട്രേറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ പറയാൻ മാത്രമേ ഉള്ളൂ, അവതരിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഷുഡ് ബി എൻ ഈസി ടു അണ്ടർസ്റ്റാൻഡ് സ്റ്റൈൽ. ആൻഡ് സക്കിങ്ഡ് മീൻസ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻഡ്. ഇറ്റ് ഷുഡ് ബി ഷോർട്ട്. ദാറ്റ് കംസ് ഹിയർ ആസ് ദ നെക്സ്റ്റ് പോയിൻറ്റ്സ്. ബി അവെയർ ഓഫ് സ്റ്റൈൽ ഗൈഡ് ലൈൻസ് ദാറ്റ് ഹി ഷുഡ് ഫോളോ. യൂസ് ഷോർട്ട് സെൻറ്റൻസസ് ആൻഡ് സിമ്പിൾ വേർഡ്സ്. അവോയ്ഡ് അൺയൂഷ്വൽ സെൻറ്റൻസസ്. Avoid use of complex sentences. Avoid ambiguity and words that have multiple meanings. Avoid idioms, slang and colloquialism. ഇപ്പോൾ കുറേ അവോയ്ഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് സമ്മറിയിൽ, പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ, ഡീറ്റെയിൽസിൽ കൊടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. ഓഡിയൻസിനെ ഫോക്കസ് ചെയ്തെഴുതുന്നതാണ്. ഷോർട്ടായിരിക്കണം, ക്രിസ്പായിരിക്കണം, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതായിരിക്കണം. അതേസമയം തന്നെ അത് കുറേ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. കൊളോക്യലിസം അല്ലെങ്കിൽ ആംബിഗ്വിറ്റി, ആൾക്കാർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന പദങ്ങൾ, ഇതിപ്പോൾ എന്താ ഉദ്ദേശിച്ച രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഒഴിവാക്കുക. കോംപ്ലെക്സ് സെൻറ്റൻസുകൾ ഒഴിവാക്കുക, ഷോർട്ടായിട്ട് കൊടുക്കുക. Edit and pare down paragraphs. Pare down means trim, to shave, to cut. Explain in a logical step-by-step manner, make the process clear. Each sentence should be semantically and syntactically correct. So even though it is short, it should be semantically as well as syntactically correct. Structure wise നോക്കുകയാണെങ്കിൽ meaningful. Semantically means meaning. Meaning wise നോക്കുകയാണെങ്കിലൊക്കെ പെർഫെക്റ്റും കറക്റ്റും ആയിരിക്കണം.
ഇത്രയും കാര്യങ്ങളാണ് ടെക്നിക്കൽ റൈറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെക്നിക്കൽ റൈറ്റിംഗ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ട്യൂട്ടോറിയൽസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ മാനുവൽസ് പോലെ അങ്ങനെ വർക്ക് ചെയ്യുന്ന റൈറ്റിങ്ങിനാണ് ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓഡിയൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഡീറ്റെയിൽസൊക്കെ അവരിലേക്ക് എത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള റൈറ്റിംഗ് ആണ് ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കോപ്പി റൈറ്റിംഗ്. എന്താണ് കോപ്പി റൈറ്റിംഗ്? Copywriting is not what we think. Copywriting is not what we copy from others and writing and all that. It is the text that appear in an advertisement. പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പരസ്യവാചകങ്ങളെയാണ്, പരസ്യത്തിൽ കൊടുക്കുന്ന അക്ഷരങ്ങളെ, അത് വെബിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളെവിടെ കാണുന്നതായിക്കോട്ടെ, അതിൻ്റെ വാചകങ്ങളെ, വാക്കുകൾ, അതിൽ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റിനെ വിളിക്കുന്ന പേരാണ് കോപ്പി എന്നുള്ളത്. So copy is the text that contains the advertising or selling messages in an advertisement. These words are intended to attract the interest of the reader and to persuade them to buy or try a product. Definitely we know that's whatever it is related to advertisement, it is meant to persuade the viewer or the reader to buy that product. അല്ലേ? മെയിനായിട്ട് കുട്ടികൾക്ക് അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമുക്കറിയാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എത്രയധികം പണം മുടക്കിയിട്ടാണ് അതിൻ്റെ ആനിമേഷനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് കാണുന്ന കുട്ടികൾ അത് തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂൾ ടൈമൊക്കെ ആണെങ്കിൽ, സ്കൂൾ ഓപ്പണിംഗ് ടൈമൊക്കെ ആണെങ്കിൽ ബാഗ് കമ്പനീസ്, അംബ്രലാസ്, അല്ലേ, നമ്മുടെ നാട്ടിൽ മൺസൂൺ സീസൺ ഉള്ളതുകൊണ്ട്, മഴ ഒരുപാടുള്ളതുകൊണ്ട് കുട കമ്പനികളൊക്കെ പല വെറൈറ്റിയിലാണ് കുട ഇറക്കുന്നത്. പ്രോഡക്റ്റ് ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കാവുന്ന തരത്തിലുള്ള പരസ്യങ്ങളും അതുപോലെ തന്നെയുള്ള പരസ്യങ്ങളോടൊപ്പം തന്നെ വരുന്ന പല കാര്യങ്ങളാണ് ഇപ്പോഴത്തെ പല കാലഘട്ടങ്ങളിലാണെങ്കിൽ ടെസ്റ്റിമോണിയൽസ്. പ്രത്യേകിച്ച് ഹെയർ ഓയിലിൻ്റെ പരസ്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ഉപയോഗിച്ച ആളുകളുടെ ടെസ്റ്റിമോണിയൽസ് എന്നുള്ള രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ്സ് വരാറുണ്ട്. അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റ് ഓർ ക്രീം ഓർ സോപ്സ്, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ഉപയോഗിച്ച കുറേ ആളുകൾ പറയുകയാണത് ഇങ്ങനെയാണ്, നല്ലതാണ്, ഞാൻ ഇന്ന ആൾക്ക് റെക്കമെൻഡ് ചെയ്തു, ബെറ്ററാണ്, ബെസ്റ്റാണെന്നുള്ള ടെസ്റ്റിമോണിയൽസിലൂടെ സെല് ചെയ്യുന്നുണ്ട്. Okay, anyway, there are many techniques that is used in this area which we have to discuss in the advertisement chapter and all that. What is web copy? When the sales message appears on the web, the text of the advertisement is called web copy. So what is web copy? In the web, the text of the advertisement is called the web copy. That appears on the web. Web copy is different from web content. Web copy has a selling aspect. Web content is primarily information for informing, educating or entertaining audience. സോ വെബിലെ കണ്ടൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ മെയിൻ ഉദ്ദേശങ്ങൾ ഇൻഫോം ചെയ്യുക, ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതൊക്കെ ആണെങ്കിൽ, വെബ് കോപ്പിയുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി പ്രോഡക്റ്റ് സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. The web copy has the same objectives as any advertising message: to attract attention, gain interest in the product, educate the user about product or service, and persuade them to buy. Aim to make sales and thus profits. So definitely എന്താണ് വെബ് കോപ്പിയുടെ ഉദ്ദേശം? പരസ്യവാചകങ്ങൾ എഴുതുന്നതിന് വേണ്ടിയിട്ടാണ്. മെയിനായിട്ടും അത് ആളുകളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാനും അവരെ കൊണ്ടത് വാങ്ങിപ്പിക്കാനും അതുവഴി സെയിൽസ് ഉണ്ടാവാനും പ്രോഫിറ്റ് നേടാനും. There are few challenges in writing web copies. വെബ് കോപ്പീസ് അങ്ങനെ എഴുതുമ്പോഴത്തേക്ക് അതിലൊത്തിരി ചാലഞ്ചസും കൂടിയുണ്ട്. എന്താണെന്ന് നോക്കാം. ഒരു 4 points ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. Though relatively cheap, it is a highly competitive medium. Definitely, advertisement is a highly product. It is a highly competitive medium. ഒരു കാര്യത്തിനെ കുറിച്ച് തന്നെ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള പ്രോഡക്റ്റിൽ തന്നെ ഒരുപാട് സെല്ലേഴ്സ് ഉണ്ടായിരിക്കും, ഡിഫറെൻറ്റ്. ഇപ്പോൾ ഈവൻ കുട്ടികൾക്ക് കൊടുക്കുന്ന എനർജി ഡ്രിങ്ക് ആണെങ്കിൽ പോലും വളരെ ശക്തമായിട്ടുള്ള പരസ്യവാചകങ്ങളോട് കൂടിയിട്ട് they use highly paid actors or sports personalities to sell these products and all that. Especially we have Boost or Horlicks, Complan, and we know that these companies or Bonvita, these companies had taken into a next step. ഓരോ ഇപ്പോൾ ഹോർലിക്സ് ആണെങ്കിൽ വിമൻസ് ഹോർലിക്സ്, മെന്നിന് വേണ്ടിയിട്ട് ഹോർലിക്സ്, ഇന്ന ഏജുകാർക്ക് വേണ്ടിയിട്ട്, അങ്ങനെ പല കാറ്റഗറി തിരിച്ചിട്ട് ഒക്കെ ഈ പ്രോഡക്റ്റ് സെല് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഇറ്റ്സ് എ ഹൈലി കോമ്പറ്റീറ്റീവ് മീഡിയം. Web users surf from one site to the next and scan each page in a matter of seconds.
The ad has to arrest the attention of the reader and the message must register quickly. So ആളുകൾ പെട്ടെന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇത് വിട്ടുപോകും. ഡെഫിനറ്റ്ലി വെബിൻ്റെ ഏറ്റവും വലിയൊരു ഗുണവും ദോഷവും അത് തന്നെയാണ്. നമുക്ക് ഈസി ആയിട്ട് അടുത്തൊരു ഒരു കണ്ടൻറ്റിലേക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതും, ഈസി ആയിട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് അത്രയും അട്രാക്റ്റീവായിട്ടുള്ള തരത്തിലുള്ള മാറ്റർ, അതിപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, വെദർ ഇറ്റ് ഈസ് വെബ് കണ്ടൻറ്റ് ഓർ വെബ് കോപ്പി, ഇറ്റ് ഷുഡ് ബി വെരി മച്ച് written in a perfect manner. That's why this chapter is important, or these portions are important for us. വെബിൽ എഴുതുന്ന മാറ്ററൊക്കെ ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം പെട്ടെന്ന് ആളുകൾ സ്ക്രോൾ ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ദി ആഡ് ഹാസ് ടു അറസ്റ്റ് ദ അറ്റൻഷൻ ഓഫ് ദ റീഡർ ആൻഡ് ദ മെസ്സേജ് മസ്റ്റ് രജിസ്റ്റർ ക്വിക്ക്ലി, മസ്റ്റ് നോ ദ പ്രോഡക്റ്റ്. ദ പേഴ്സൺ who is writing, he must know the product. എന്താണ് പ്രോഡക്റ്റ്, ഏത് പ്രോഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നതെന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ വേണം. ആ രീതിയിലായിരിക്കണം, ആ സ്റ്റൈലിലായിരിക്കണം അവരത് അവതരിപ്പിക്കേണ്ടത്. സോ വൺ ഷുഡ് നോ അബൌട്ട് ദാറ്റ് മാറ്റർ ആൻഡ് ദെൻ വൺ ഹാസ് ടു സ്പീക്ക് അബൌട്ട് ഇറ്റ് ഓർ റൈറ്റ് അബൌട്ട് ഇറ്റ്. ഹൗ ടു റൈറ്റ് ആൻഡ് വാട്ട് വെബ് കോപ്പി ലുക്സ് ലൈക്ക്. Successful copy looks like editorial material give as much information as it's necessary. So editorial material പോലെയുള്ളതായിരിക്കണം ഒരു സക്സസ്ഫുൾ വെബ് കോപ്പി എന്ന് പറയുന്നത്. Give as much as information is necessary. Write the way you speak, easy, informal and conversational. See, we had already seen that while writing in a web, on the web, whether it is web content or web copy, whatever it is, the tone should be active and interactive one. So here it is written, speak, write the way you speak. So there comes a kind of a conversational tone. ആളുകളുമായിട്ട് സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീൽ അവിടെ ക്രിയേറ്റ് ചെയ്യും. അവിടെ ഒരു a kind of interaction is made between the writer and the reader. The reader must feel, okay, someone is talking to me. So what happens when you read something where we feel that the speaker is an alien one, and what happens when we listen to some ads and feel that, okay, this is just like my mama or my younger ones or my beloveds are talking to me എന്നുള്ളൊരു ഫീല് കൊണ്ടുവരുമ്പോഴത്തേക്കും ആർക്കാണെങ്കിലും വാങ്ങിക്കാനായിട്ട് തോന്നും. ഈവൻ നമ്മളൊരു കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ കൂടെയും കസ്റ്റമർ എങ്ങനെ വേണമെങ്കിലും എടുത്തോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു ഷോപ്പിനെക്കാട്ടിലും നമ്മൾ കൂടുതലും പ്രോഡക്റ്റ്സ് വാങ്ങിക്കുന്നത് നമ്മളെ സ്നേഹത്തോടുകൂടെ വിളിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ എടുത്തു തന്ന് നമുക്ക് ആവശ്യമില്ലെങ്കിലും ഇത് ഇട്ട നന്നായിരിക്കും, ഇത് ചേരും, നല്ല ഭംഗിയുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആരെയോ പോലെ സംസാരിച്ച്, നമുക്ക് ഒരുപാട് അടുത്തറിയുന്ന ആരെയോ പോലെ സംസാരിച്ച് നമ്മളെക്കൊണ്ട് ആ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചു പോകും അല്ലേ. സോ ദാറ്റ്സ് എ കൈൻഡ് ഓഫ് പെർസുവേഷൻ ടെക്നിക് യൂസ്ഡ് ബൈ ദീസ് റൈറ്റേഴ്സ് ഓർ ദീസ് സെല്ലേഴ്സ്. So write the way you speak, easy, informal and conversational. Write interestingly but provide information. It should be very much interesting as well as informative. Use article or story format. ഇപ്പോൾ റസ്ന ഓർ സംതിങ് ലൈക്ക് ദാറ്റ് സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ പരസ്യമാണെന്ന് തോന്നുന്നു. ഒരിക്കലും ഒരിടത്തൊരു കർഷകനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്റ്റോറി ലൈക്ക് ഫോമാറ്റിലാണ് അത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആരാണെങ്കിലും അത് കണ്ടിരുന്നു പോകും. ചില പരസ്യങ്ങൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പരസ്യങ്ങളുണ്ടായിരിക്കും. So here we are talking about the web copy, the text which is used in the advertisement and all that. So use article or story format and highlight important aspect or features and benefits of the product or service. Use simple and easy words. So highlight the important aspects or features and the benefits of the product or the service. അത് പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സർവീസ് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങളെ കുറച്ചുകൂടെ എടുത്ത് കാണിക്കുക. യൂസ് സിമ്പിൾ ആൻഡ് ഈസി വേർഡ്സ്, വളരെ സിമ്പിളായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക. Use colloquialism. It brings informality and easy to the copy. And ease to the copy. Not easy, ease to the copy. ഒരുപാട് കടിച്ചാപ്പൊട്ടാത്ത വാക്കുകളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവോയ്ഡ് യൂസ് ഓഫ് ജാഗൺ. ഇറ്റ് ക്രിയേറ്റ്സ് ഫ്രസ്ട്രേഷൻ ആൻഡ് റിസൻമെൻറ്റ്. റിസൻമെൻറ്റ് മീൻസ് ആങ്കർ. സോ ജാഗൺസ് യൂസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്, പക്ഷേ അതേസമയം തന്നെ കൊളോക്യലിസം കൊണ്ടുവരാനായിട്ട്. കൊളോക്യലിസം ഡെഫിനറ്റ്ലി നമ്മൾ കോമൺലി സ്ലാങ് പോലെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. Avoid ambiguity. The writing should be clear and straightforward. So that should be avoided. Ambiguity തീർച്ചയായിട്ടും
കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരേ അർത്ഥം വരുന്ന വാക്കുകളൊക്കെ അവോയ്ഡ് ചെയ്യുക. യൂസ് ടെസ്റ്റിമോണിയൽസ്. ഇറ്റ് ആഡ്സ് ക്രെഡിബിലിറ്റി ടു ദ അഡ്വർടൈസിംഗ് മെസ്സേജ്. ദ കോപ്പി ഷുഡ് കണ്ടെയ്ൻ എ ലിബറൽ amount of testimonials. They should be especially present before the selling message is communicated or a solicitation is made. Solicitation means a kind of request. ഇന്ന പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ വളരെ നന്നായിരിക്കും, ഞാനും ഇന്നാളും ഒരുപാട് നാൾ ഉപയോഗിച്ചു, ഇത്ര നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെസ്റ്റിമോണിയൽസ്, അവരുടെ ആ ഒരു പ്രൂഫ്, അവരുടെ ആ ഒരു എവിഡൻസ് അത് സൈറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പ്രോഡക്റ്റ് യൂസ് ചെയ്ത ആളുകളുടെ വാചകങ്ങളൊക്കെ വെബ് കോപ്പിയുടെ തുടക്കത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. Copy should inspire trust. This is a valuable asset, especially on the net. So definitely the copy must contain or it should inspire trust. അപ്പോൾ നമുക്ക് ഒരുപാട് വിശ്വാസം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള റൈറ്റിങ്സ് ഒക്കെ ആയിരിക്കും അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത്. ഈവൻ ടെസ്റ്റിമോണിയൽസ്, ഈവൻ ദാറ്റ് ഷുഡ് ബി വെരി മച്ച് റിലയബിൾ. Include option for soliciting visitors' name and email IDs. Soliciting means the concerned visitors' name and email IDs. അതിൻ്റെയൊക്കെ ഓപ്ഷൻ, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ രേഖപ്പെടുത്താനുള്ള സംവിധാനങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം, ഈ വെബ് കോപ്പിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ദേ ക്യാൻ ഓൾസോ സജസ്റ്റ് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത്. Allow for feedback from customers. For example, an astrology site would give the user the option of receiving weekly newsletters, astrological profiles, updates. This way it can try to sell services, inform subscribers about discounts, special offers, etc. So allow for feedback from customers. So feedback തീർച്ചയായിട്ടും ബിസിനസ്സിന് അല്ലെങ്കിൽ ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ബിക്കോസ് ദെൻ ഓൺലി ദ പീപ്പിൾ ഓർ in any communication feedback is very much necessary, as you might have learned it. Feedback, the last stage of a communication. Thereby we can improve or we can rectify the mistakes and weaknesses that we had already committed or we already had. So this is very much important, that is feedback from the customers. So അതിന് വേണ്ടിയിട്ട് കുറേ നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ടുള്ള കമൻറ്റ് ബോക്സുകൾ, അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഏരിയാസ്, ഓർ ഈവൺ ഇൻ എ പ്രോഡക്ട്സ് റാപ്പർ വി ക്യാൻ സീ ദാറ്റ് ഫോർ സെൻഡ് യുവർ ഫീഡ്ബാക്ക് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ നമുക്ക് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ഒക്കെയുള്ള ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെയും കൊണ്ടുവരാം എന്നുള്ളതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, an astrology site would give the user option of receiving weekly newsletters, astrological profiles, updates, etc. This way it can try to sell services, inform subscribers about discounts, special offers, etc. Copy must contain meta keywords, that is terms relevant to the topic, so that the link comes up during the web search. So definitely whatever we are writing on the website, we must use meta keywords. Meta keywords are specific type of meta tags appear in HTML code. So a page will help the search engines to find out what the topic of the page is about. So it is very much important to use these meta keywords. നമ്മൾ കീവേഡ്സ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ സെർച്ച് എൻജിൻസിൻ്റെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു വാക്ക് വെബ് യൂസർ എന്താണോ ഒരു ടേം അടിച്ചു കൊടുക്കുന്നത്, ആ ടേം എവിടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം പെറുക്കി കൂട്ടിയിട്ടാണ് ഈ സെർച്ച് എൻജിൻസ് നമുക്ക് മുന്നിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത്. സോ ഇറ്റ്സ് ബെറ്റർ ടു യൂസ് സെർട്ടൈൻ ഓർ സച്ച് കീവേഡ്സ് ഇൻ അവർ റൈറ്റിംഗ്സ്. അപ്പോൾ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ പ്രൊഡ്യൂസേഴ്സിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആളുകൾ ഏറ്റവും കൂടുതലായിട്ട് ദേ വിൽ സെർച്ച് ദീസ് മാറ്റർ which contains these web copies and all that. Next is regarding profile writing. So profiles are not run-of-the-mill articles or features. They do not follow the inverted pyramid structure or have the standard 5 Ws and 1 H lead. Profiles are full-length commentaries or vignettes of people and slices of their life. It must be a revealing, interesting story about the subject and include details like background, interests, ambitions, passions, struggles, etc. So definitely profile എന്ന് പറയുന്നത് ഒരാളെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ആണ്. And we can see that it's not a run-of-the-mill articles എന്ന് എഴുതിയിട്ടുണ്ട്. So what is meant by run-of-the-mill articles? It's not of an ordinary language, and it is not following or it does not follow inverted pyramid style which demands for the 5 Ws and 1 H. It is not like that. Here it doesn't follow the inverted pyramid style.
Profiles are biographical and are written from the perspective of the subject. A good profile is one of that gives the reader a fair idea about the person, his attitudes, personality, habits, and more. So definitely a good profile will speak about all these things. About the person, his attitudes, his personality, habits, and much more. The heart and soul of a profile is in the interview. So if we want to know about one thing, we have to go beyond that, or we have to penetrate into it. So just like that, ഒരാളെ അറിയണമെങ്കിൽ ബേസിക്കലി അയാളെ ഇൻ്റർവ്യൂ ചെയ്യണം. ഇൻ്റർവ്യൂ ചെയ്തിട്ട് അയാളിൽ നിന്ന് തന്നെ അയാൾക്ക് ആ കാര്യത്തെക്കുറിച്ചുള്ള നേരത്തെ പറഞ്ഞല്ലോ ആറ്റിറ്റ്യൂഡ്, ഹിസ് ആറ്റിറ്റ്യൂഡ് ഓർ വൺ പേഴ്സൺസ് ആറ്റിറ്റ്യൂഡ് ഇസ് റിവീൽഡ് ഫ്രം ഹിസ് ആൻസേഴ്സ് ആൻഡ് ഹിസ് ഒപ്പീനിയൻസ്, ഹിസ് responses made on different aspects, maybe cultural, maybe social, political, and all that, or some life philosophies, etc. So ഒരാളുടെ ആറ്റിറ്റ്യൂഡ്സും അയാളുടെ പേഴ്സണാലിറ്റി റിവീൽ ചെയ്യുന്നത് അയാളുടെ ഇഷ്ടങ്ങളിലൂടെയും അയാളുടെ ഈ പറയുന്ന പെർസ്പെക്റ്റീവ്സിലൂടെയും അയാളുടെ കൺവിക്ഷൻസിലൂടെയും ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ ആദർശങ്ങളെയൊക്കെ അറിയണമെങ്കിൽ വി നീഡ് ആൻ ഇൻ്റർവ്യൂ. An interview will benefit the interviewer to know more about the interviewee. Profiles are the result of one or a series of interviews, at least one of them intense. Where an interview is an excerpt from a conversation that you have with the subject, the profile includes the same but more. സോ പ്രൊഫൈൽ എന്ന് പറയുന്നത്, ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിനെ മാത്രമായിട്ടുള്ള ഇൻ്റർവ്യൂസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതിൽ നിന്നൊരു വ്യക്തിയെ പൂർണ്ണമായിട്ട് അറിയാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ മേ ബി ആഫ്റ്റർ ദ പബ്ലിക്കേഷൻ ഓഫ് എ ബുക്ക് ഓർ ആഫ്റ്റർ maybe during this time we can say that if one video goes on viral, that person will be interviewed. So ആ ഒരു ഇൻസ്റ്റൻസുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളായിരിക്കും കൂടുതൽ അറിയേണ്ടായിരിക്കുക. അങ്ങനെയുള്ള 4, 5, 6 ഇൻ്റർവ്യൂസുകൾ കഴിഞ്ഞാൽ മാത്രമേ ഒരു ഗുഡ് പ്രൊഫൈൽ ഒരാളെക്കുറിച്ച് തയ്യാറാക്കാനായിട്ട് സാധിക്കുള്ളൂ. Only then we could be able to produce something about this person in detail. So profile means it has to go into a deeper sense. And so here we have some to-do list. So to-do list are followed by every organization, whether it is business or cultural or political, whatever it is, everyone will follow a to-do list. It will help. Even in NASA also we can see that they follow a to-do list. What are things to be done today, and what are the things that I had completed, accomplished, and all that. So ഇവിടെ അങ്ങനത്തെ ഒരു to-do list കൊടുത്തിട്ടുണ്ട്. ഇൻ്റർവ്യൂവിന് പോകുന്നതിനേക്കാളും മുന്നേ ഉള്ള ഒരു to-do ലിസ്റ്റ് ആണത്, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. The profile is not written over a day, but may take weeks to complete it, as it requires input from numerous sources. So if you want to write about one person, we need to know about his attitude, his personality, his experiences, everything from him as well as from the people who is around him or her. Then the to-do list. Once you have been given the assignment, research the subject. We might have observed in some interviews, the interviewee will get a bit frustrated or embarrassed, or maybe will get infuriated because of few personal questions made by the interviewer. Because the person who is going to interview that particular personality, he or she must know about this person well. Which are the sensitive things that we can avoid if we are conducting an interview എന്നുള്ളത് ചോദിക്കുന്ന ആൾ അറിഞ്ഞിരിക്കണം. ചോദിക്കുന്ന ആൾ ചുമ്മാ ഒരാൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ അയാളുടെ ഒരു ബയോഗ്രഫി എടുത്ത് ജസ്റ്റ് നോക്കിയിട്ട് പോവാതെ ആ വ്യക്തിയെക്കുറിച്ച് നാളുകളായിട്ടുള്ള ഒരു റിസർച്ച് നടത്തി അയാളെക്കുറിച്ച് അറിയാൻ പറ്റുന്നതെല്ലാം പല വിധത്തിൽ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇൻ്റർവ്യൂ ചെയ്യാൻ പാടുള്ളൂ. ഇറ്റ്സ് നോട്ട് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്, ദോ I'll feel a bit contented when I watch the interview of Rekha, because Rekha, the interviewer, is a very calm and composed interviewer. She will take that opportunity to penetrate into that person, but without or not at all or never ever harming that person. That person would enjoy that interview and all that if she is the interviewer.
At the same time, she will churn the important points she wanted to collect regarding this person. So if the interview is getting a little bit irritated or frustrated, she will tactfully avoid all those situations and will make that person very much happy and contented. So രേഖയുടെ ഇൻ്റർവ്യൂ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, രേഖ അത്രമാത്രം ഒരാളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അയാളെ കുറിച്ച് അറിഞ്ഞതിന് ശേഷമാണ്, അതും പല ആളുകളിൽ നിന്ന് അവരോടൊക്കെ ചോദിച്ചതിന് ശേഷമാണ് വളരെ കൂളായിട്ട് വന്നിരുന്നിട്ട് ഇയാൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. വെൻ വി ലിസൺ ടു ദീസ് ഇൻ്റർവ്യൂ, ദർ ആർ മെനി അതർ ഇൻ്റർവ്യൂവേഴ്സ് in nationally and internationally and all that. I'm just taking an example from a common Malayali, a very familiar figure. സോ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ വളരെ സരസമായ രീതിയിൽ പലപ്പോഴും, അതേസമയം തന്നെ വളരെ ഒതുക്കത്തോടു കൂടെ, എന്നാൽ കുറച്ച് തമാശ നിറഞ്ഞിട്ട്, എന്നാൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഒരു മിതമായ അളവിലാണ് അദ്ദേഹം പലപ്പോഴും ആളുകളെ കണ്ട് ഇൻ്റർവ്യൂ നടത്താറുള്ളത്. അതും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചോദ്യങ്ങളെല്ലാം ഒരു ഓർഡറിലായിരിക്കും പറയുന്നുണ്ടായിരിക്കുക. സ്റ്റിൽ ഷീ വോണ്ട് ബി ബെയറിങ് എനി പീസ് ഓർ ബിറ്റ്സ് ഓഫ് പേപ്പർ ഇൻ ഹർ ഹാൻഡ്. ഷിൽ ബി ഫ്രീ ഹാൻഡഡ്. വളരെ ഫ്രീ ആയിട്ട് കൂളായിട്ട് രണ്ടാളുകൾ തമ്മിൽ സംസാരിക്കുന്ന പോലെ തോന്നുകയുള്ളൂ. എന്നാൽ അതേസമയം തന്നെ അത്രമാത്രം ഈ വ്യക്തിയെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷമായിരിക്കും അവരോട് സംവദിക്കാനായിട്ട് അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട്, ഇൻ്റർവ്യൂ നടത്താനായിട്ട് വന്നിട്ടുണ്ടായിരിക്കുക. ആൻഡ് ദാറ്റ് ഈസ് എ പ്ലസ് പോയിൻ്റ് ഓഫ് എ ഗുഡ് ഇൻ്റർവ്യൂവർ. ഡിസൈഡ് ഓൺ ദ ഫോക്കസ് ഓഫ് ദ പ്രൊഫൈൽ ആൻഡ് ദസ് ദ ഫോക്കസ് ഓഫ് ദ ഇൻ്റർവ്യൂ. Decide on the length and depth of the article. Interview the subject, family, friends, colleagues, etc. Brief the subject beforehand on questions that are likely to be asked. Make the subject comfortable. Persuade them to share little known facts or interesting personal information and anecdotes. Observe keenly their mannerisms, facial expressions, sense of humor, etc. This will add to the feel of the article. Schedule follow-ups interviews if you need to gather more information. So these are the basic things to be kept in mind while interviewing a person for writing a better profile of him. സോ ആളുമായി ബന്ധപ്പെടുന്ന പല കാര്യങ്ങൾ, അതുപോലെ തന്നെ ആളുമായിട്ട് സംസാരിക്കുമ്പോഴുള്ള പല ഈ പറഞ്ഞ പോലെ തന്നെ ബോഡി ലാംഗ്വേജ്, മാനറിസംസ് ഒക്കെ നോട്ട് ചെയ്ത് അതും വ്യക്തമായിട്ട് ഇൻ്റർവ്യൂവിൽ കുറിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് ഈ ഭാഗത്ത് കാണുന്നത്. ആൻഡ് വെൻ റൈറ്റിംഗ്, വി ക്യാൻ സീ സെക്ട് ബൈ സെക്ട് ഇറ്റ് ഇസ് റിട്ടൺ ഹിയർ. ഇനിയിപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ശേഷം ഇത് എഴുതുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. Draw pictures with words and bring the subject alive in the minds of the reader. So if the reader is reading that particular, ഇപ്പോൾ ചില ആളുകളുടെ ഇൻ്റർവ്യൂ ഒക്കെ പറയുമ്പോൾ തൻ്റെ ഉമ്മറത്ത് കിടന്നിരുന്ന കസേരയിൽ ഒരു കപ്പ് കാപ്പിയുമായി ഇരുന്നു കൊണ്ടാണ് അയാൾ പറയുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും we get, or the reader will get a kind of a beautiful imagery of that person, of that interviewee, of that personality. സോ എന്താണോ തൻ്റെ പ്രേക്ഷകരിലേക്ക് ഏറ്റവും ലൈവ്ലി ആയിട്ട് ഈ വ്യക്തിയെക്കുറിച്ച്, ആ വ്യക്തിയുടെ ആ ഒരു ഇൻ്റർവ്യൂ എത്തിക്കാനായിട്ട് സാധിക്കുന്നത്, ആ പറയുന്ന രീതികളിലൊക്കെ ആയിരിക്കും പലപ്പോഴും നല്ലൊരു റൈറ്റർ ഈ ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. പ്രൊഫൈൽ വൈൽ റൈറ്റിംഗ് ദ പ്രൊഫൈൽ, ദാറ്റ്സ് ഓൾസോ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. സോ ഡ്രോ ദ പിക്ചേഴ്സ് വിത്ത് വേർഡ്സ് ആൻഡ് ബ്രിങ് ദ സബ്ജക്റ്റ് അലൈവ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ റീഡർ. മേക്ക് ദ റീഡർ ഫീൽ ദാറ്റ് ഹി വാസ് present at the interview or meeting, just like as we mentioned, ഒരുപാട് അവർ ചെയ്ത പ്രവർത്തികളെയൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ടൊക്കെ മനോഹരമായിട്ട് എഴുതാനായിട്ട് സാധിക്കും. യൂസ് quotes or excerpts from dialogues with the subject and other sources. ഇപ്പോൾ ചിലപ്പോൾ മറ്റ് വ്യക്തികൾ ഈ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെ പറയുന്നതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ, കോട്ടുകളൊക്കെ അവിടേക്ക് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ റൈറ്റിംഗ് എഴുതുന്ന സമയത്ത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടൊക്കെ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതാനായിട്ട് നോക്കാം. Include details that the average reader wants to know. So the average reader wants to know എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഗാഹ്യമായിട്ടുള്ള, ഒരുപാട് ചിന്തിക്കേണ്ടതായിട്ടുള്ള, ഡീപ്പറായിട്ടുള്ള തോട്ട്സ്, ആ തരത്തിലുള്ള കാര്യങ്ങളോടൊപ്പം തന്നെ അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെടുന്ന വളരെ പെരിഫറലായ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത് നന്നായിരിക്കും. സോ ഇത് ഒരു സാധാരണ ആളുകൾക്ക് കുറച്ചും കൂടെ ഫെമിലിയർ ആണെന്ന് തോന്നിപ്പിക്കാനായിട്ട് ഈ പറയുന്ന ഡീറ്റെയിൽസ്
അഡ്വൈസ് കൊടുക്കുമ്പോൾ ഹെൽപ്ഫുള്ളായിട്ട് മാറാറുണ്ട്. അതായത് എൻ്റെ അടുത്ത വീട്ടിലെ ആൾ അല്ലെങ്കിൽ എൻ്റെ പരിചയക്കാരെന്ന രീതിയിൽ അവർക്കറിയാവുന്ന ഏറ്റവും ചെറിയ ചെറിയ ഡീറ്റെയിൽസ് പോലും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. Give the reader reason to feel that the subject is worth reading about. That the reader must feel that, okay, we have to go through this person's life and his deeds are very much inspiring and motivating. It's a kind of this person is just like a phoenix who had come out of ashes എന്നൊക്കെയുള്ള ഒരു ഫീല് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു റീസൺ അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള റൈറ്റിംഗ് ആയിരിക്കണം ഒരു നല്ല പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിച്ചിട്ടുള്ളത്. Profiles must be accompanied by excellent photographs that add to the tone and feel of the profile and provide a visual glimpse into the person and his life. And we know that while taking a picture for an interview, that is also very much important. The picture that comes along with the interview is also important, because while the reader had gone through all these important aspects made by this person, he or she wished to see the face of this person. And if that face bears such a bold and inspiring look, wow, that will add much more flavor to that profile writing or to that story. So ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, ഒരു ഫോട്ടോഗ്രാഫും കൂടെ ആഡ് ചെയ്യണം എന്നുള്ളത്. So that's all for today's part. We can go on with this caption writing in the next class. We had discussed 3 types of writing today. One is technical writing, second one is web copy or copywriting, and the third one is profile writing. ഓക്കെ. ആൻഡ് ടെക്നിക്കൽ റൈറ്റിംഗ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പല ബിസിനസ് റിലേറ്റഡ്, കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ഓർ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ടെക്നിക്കൽ റിലേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കും സയൻസ് റിലേറ്റഡ് കാര്യങ്ങൾ വരാം, കെമിസ്ട്രി വരാം, എയറോനോട്ടിക്സ് വരാം, അതുപോലെ തന്നെ റോബോട്ടിക്സ്, ബയോടെക്നോളജി, ഫിനാൻസ്, മെഡിക്കൽ, എവറിത്തിങ് ക്യാൻ കം അണ്ടർ ഹിയർ ഓർ അണ്ടർ ദിസ് സെക്ടർ കോൾഡ് ആസ് ടെക്നിക്കൽ റൈറ്റിംഗ്. സോ ദർ ഇറ്റ് വിൽ ഇൻക്ലൂഡ് മെമ്മോറാണ്ടം, കേസ് സ്റ്റഡി, ടെക്നിക്കൽ റിപ്പോർട്ട്സ്, എക്സെട്ര. ഓക്കെ. സോ അങ്ങനെ ടെക്നിക്കൽ റൈറ്റിംഗ് കണ്ടു നമ്മൾ. കോപ്പി റൈറ്റിംഗ് മെയിനായിട്ട് അഡ്വർടൈസ്മെൻറ്റ് ടെക്സ്റ്റിനെയാണ് നമ്മൾ കോപ്പി റൈറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കണ്ടു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എങ്ങനെയൊക്കെ എഴുതാം എന്നുള്ളത് കാര്യങ്ങളൊക്കെ ചലഞ്ചസൊക്കെ മീറ്റ് ചെയ്തു. നെക്സ്റ്റ് വി ഹാഡ് ഗോൺ ത്രൂ ദ പ്രൊഫൈൽ റൈറ്റിംഗ്. And thereby we wind up the class for today. See you all in the next class. Till all of you take care, be safe and be strong. Thank you. Bye-bye.